അങ്ങനെ നമ്മുടെ മറ്റൊരു കിടിലൻ പ്രൊമോയുമായിട്ട് തിരികെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8-ൻ്റെ അഗ്നിപരീക്ഷ അങ്ങനെ തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 15-നാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരു സർപ്രൈസും ഒരു ആകാംക്ഷയും ഉണ്ടാക്കുന്ന രീതിയിലുള്ള 3 ജഡ്ജസാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതിൽ 2 പേര് ആണുങ്ങളും ഒരാൾ വനിതയുമാണ്. അപ്പോൾ ആരായിരിക്കും ആ ജഡ്ജസ്? എല്ലാവരും പല ആവർത്തി ആ പ്രൊമോ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അതിൽ ഒരാൾ മിക്കവാറും അഖിൽ മാരാറാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അഖിൽ മാരാറിൻ്റെ ആ ഒരു ടാക്ടിക്സും ആ ഒരു ഗെയിം പ്ലാനും എങ്ങനെയാണ് ഗെയിം വർക്കൗട്ട് ചെയ്തതെന്നെല്ലാം നമ്മൾ ബിഗ് ബോസ് ആ അഖിൽ മാരാറുള്ള സീസണിൽ കണ്ടതാണ്. അപ്പോൾ എന്തായാലും അഖിൽ മാരാറിനെ സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ അഖിൽ മാരാർ പറയുന്നുണ്ട്, ഏഷ്യാനെറ്റിലെ ഒരു ഷോ കിട്ടിയതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് ബിഗ് ബോസിലെ അഗ്നിപരീക്ഷ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ജഡ്ജസ് നമ്മുടെ സാബു ആണെന്ന് പറയുന്നുണ്ട്, റിയാസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിൽ ശ്രദ്ധിക്കപ്പെട്ടതും ലക്ക് കൊണ്ട് മാത്രം തഴയപ്പെട്ടതും, അല്ലെങ്കിൽ ലക്ക് കൊണ്ട് ലക്കല്ല, നമ്മുടെ എന്താ പറയുക, ദുർഭാഗ്യം കൊണ്ട് മാത്രം കിട്ടാതിരുന്നതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹൈറ്റുള്ള 2 പേരായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏകദേശം ആ ലേഡിയുടെ കാര്യം പറയുകയാണെങ്കിലും ഈ മെയിൽ ജഡ്ജസിൻ്റെ അത്രയും ഏകദേശം ഹൈറ്റുള്ളൊരു ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒരുപക്ഷെ റെനീഷ ആവാൻ സാധ്യതയുണ്ട്, പക്ഷെ റെനീഷയ്ക്ക് അത്ര ഹൈറ്റ് ഇല്ല. പല കമൻസും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കിടിലനായിട്ടുള്ളൊരു പ്രമോയാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു തീക്കളിക്ക് തീ കൊളുത്തുന്നു എന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെടിയും പുകയും എല്ലായിടത്തും തീയാണ്. അപ്പോൾ ഒരുപക്ഷെ ആ രീതിയിലുള്ള ഒരു സീസണായിരിക്കാം വരാൻ പോകുന്നത്. ഒരു തീയും വെടിയും പുകയും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ടീം. അങ്ങനെയുള്ള സാഹചര്യങ്ങളും അങ്ങനെയുള്ള റൂൾസും അങ്ങനെയുള്ള ഗെയിം പ്ലാനും ഒക്കെ ആയിരിക്കാം. അതായിരിക്കും ഈ സൂചന നൽകുന്നത്. എന്തായാലും അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് നല്ല തീക്കളിക്ക് തീ കൊളുത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഇനി വെറും 15 ദിവസം കൂടിയുള്ളൂ നമ്മുടെ ഇപ്രാവശ്യത്തെ മലയാളം ബിഗ് ബോസ് സീസൺ 8 ആരംഭിക്കാനായിട്ട്. 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള അഗ്നിപരീക്ഷ. ഈ അഗ്നിപരീക്ഷയിൽ സെലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും കോമണേഴ്സ് മെയിൻ എപ്പിസോഡിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ അഗ്നിപരീക്ഷയിൽ അവരെന്തൊക്കെ ടാലൻറ്റുകളാണ് കാണിക്കാൻ പോകുന്നത്, അത് നമ്മളിതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ അതൊരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെ, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ വിനയാകുമോ ഈ പ്ലാൻ മറ്റുള്ള ആൾക്കാർ കണ്ട് ഇവർക്ക് എതിരെ അത് പ്രയോഗിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ? അതൊക്കെ നമുക്ക് ഈ അഗ്നിപരീക്ഷ എപ്പിസോഡുകളിൽ കാണാം. സമയം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നതും ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ എത്താം. താങ്ക് യു. ബൈ.